എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6th ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെയിലി ലൈഫ്, വൈദ്യുതകാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 3rd ചാപ്റ്റർ ഉണ്ടല്ലോ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ ഒരു ചാപ്റ്ററിൽ അല്ലേ. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പം നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ എന്താണ് കണ്ടത്? ഇലക്ട്രിസിറ്റി ഇല്ലേ, ഇലക്ട്രിക് എനർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മാഗ്നറ്റിസം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ കാന്തികത ഉണ്ടാകുന്നുണ്ട് നമ്മൾ പഠിച്ചു ഇല്ലേ. മാഗ്നറ്റിസം അല്ലെങ്കിൽ കാന്തികത ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത് 3rd ചാപ്റ്ററിൽ. അപ്പൊ ഇവിടെ ഒരു കുട്ടി ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ടോ, വി ക്യാൻ മേക്ക് എ മാഗ്നറ്റ് യൂസിങ് ഇലക്ട്രിസിറ്റി ഇല്ലേ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂസിങ് എ മാഗ്നറ്റ്? മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കുമോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ഈ ഒരു കുട്ടി ഇവിടെ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സാധിക്കും, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടാവുന്നത്. അപ്പൊ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ എന്താണ് പഠിച്ചത്? ഇലക്ട്രിക് എനർജി ഉപയോഗിച്ച് മാഗ്നറ്റിസം കാന്തികത ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി. നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? അപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മാഗ്നറ്റിസം ഉണ്ടാകുന്നതിന് നമ്മൾ എന്താണ് ഒരു പഠിച്ചായിരുന്നു, ഒരു പേര് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പഠിച്ചായിരുന്നു. അപ്പം ഇലക്ട്രോമാഗ്നറ്റ്സിന് അല്ലെങ്കിൽ വൈദ്യുതകാന്തം അല്ലേ, വൈദ്യുതകാന്തങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ്? മാഗ്നറ്റിക് ക്രെയിന് അല്ലേ. പിന്നെ എന്താണ്? മോട്ടോഴ്സ് അല്ലേ. മോട്ടോഴ്സ് നമ്മൾ ഡെയിലി നിത്യം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ വീടുകളിൽ അല്ലേ. ഇലക്ട്രിക് ബെല്ല്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് എന്താണ് അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസിലാണ് ഓരോന്നും വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറുവാണ് ചെയ്യുന്നത്? മാഗ്നറ്റിക് എനർജി കാന്തികോർജ്ജമായിട്ട് മാറുവാണ് ചെയ്യുന്നത് ഈ സിറ്റുവേഷൻസിലെല്ലാം. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? മാഗ്നറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. അപ്പൊ മൈക്കൽ ഫാരഡെ നിങ്ങൾക്ക് അറിയാമല്ലോ. മൈക്കൽ ഫാരഡെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം എന്നൊരു പ്രിൻസിപ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ് അതെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റ്സ് നമുക്കറിയാം എന്താണ്? ഇലക്ട്രിക് ഡോർബെൽസ് ഉണ്ട് ഇല്ല. ഇലക്ട്രിക് ഡോർബെൽസ്, ഇലക്ട്രിക് ലോക്സ്, ലൗഡ് സ്പീക്കേഴ്സ്, ഇയർഫോണ്, MRI സ്കാനർ അല്ലെ, സ്പീക്കേഴ്സ്, ഇലക്ട്രിക് ഗിറ്റാർസ്, ഇതൊക്കെ നമ്മൾ കണ്ടാൽ ഇതെല്ലാം എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് അല്ലേ. അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അവിടെ എന്താണ്? മാഗ്നറ്റിസം ഇല്ലേ, മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ, ഒരു മാഗ്നറ്റ് ഉണ്ട്. പിന്നെ എന്താണ്? ഇതെന്താണ്? സോളിനോയിഡ് ആണ് അല്ലേ, സോളിനോയിഡ് ആണ്. പിന്നെ ഇതെന്താണ്? ഇതൊരു ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഗാൽവനോമീറ്റർ എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറന്റ് കേട്ടോ. കറന്റിന്റെ പ്രസൻസ്, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ്, മെയിൻലി ഉപയോഗിക്കുന്നത് കറന്റിന്റെ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ചോളം ഇതാ ഇങ്ങനെ ഒരു ഇതാണ് സംഭവം. നീഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 0 ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങോട്ട് ഇങ്ങനെ 1 2 3 ഇങ്ങനെ കാണും കേട്ടോ. 1 2 3 റീഡിങ് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കാണുക. അപ്പം ഇത് ഈ ഗാൽവനോമീറ്റർ എപ്പോഴും റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ ഈ 0യിലേക്ക് നിൽക്കുന്നതായിരിക്കും റെസ്റ്റിംഗ് പൊസിഷൻ. അത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യുവാണെങ്കിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ കറന്റിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റ് ഉണ്ട്. ഇതാ നോക്കിയാൽ മാഗ്നറ്റിന്റെ നോർത്ത് സൗത്ത് നമ്മൾ പഠിച്ച കാര്യമാണ്. നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് ഫീൽഡ് ലൈൻസ് പോകുന്നതെന്നൊക്കെ പഠിച്ചു. ആ ഫീൽഡ് ലൈൻസിന്റെ ആണ് കേട്ടോ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. പിന്നെ സോളിനോയിഡ് ആണ്. ഈ സോളിനോയിഡ് 2 എൻഡ് ഉണ്ടല്ലോ, ആ 2 എൻഡിലേക്കുമാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇപ്പൊ ഇതാ നോക്കിയാൽ നമ്മൾ ഈ മാഗ്നറ്റും എന്താണ് സോളിനോയിഡ് ഒക്കെ ഇങ്ങനെ ചുമ്മാ വെറുതെ വെച്ചിരിക്കുക. അപ്പൊ ഗാൽവനോമീറ്റർ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ? ഇല്ല. അതായത് 0 ഇത് ഇടില്ല, ഇവിടുത്തെ ഈ 0th പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ സോളിനോയിഡ് പതിയതായി മാഗ്നറ്റിന്റെ ഒരു പോളിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇൻസേർട്ട് ചെയ്യുക. കണ്ടില്ലേ, കയറ്റി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതാ അവിടെ കാണാമല്ലോ. ഇവിടെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലേക്ക് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. ക്ലിയർ ആയല്ലോ. റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവിടെ ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്തു നമുക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രേരണ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായി. അതാണ് ഇവിടെ ഈ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വൈദ്യുതി പ്രേരണം ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് വൈദ്യുതി അവിടെ ഇൻഡ്യൂസ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ സോളിനോയിഡ് നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ട് അങ്ങനെ നിശ്ചലമായിട്ട് അങ്ങനെ വിരിക്കുകയാണ്. അപ്പൊ നോക്കിയേ ഈ ഗാൽവനോമീറ്റർ എങ്ങനെയാണ് തിരിച്ച് ആ 0th പൊസിഷനിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. അതിനുശേഷം എന്താണ് നമ്മൾ ഈ സോളിനോയിഡ് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്? കണ്ടില്ലേ, എങ്ങോട്ട് വന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് അവിടെ ഡിഫ്ലക്ഷൻ വന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചെന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ കറണ്ട് ഉണ്ടായി അല്ലേ, കറണ്ട് പ്രസൻസ് ഉണ്ടായി, പക്ഷെ എന്താണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചപ്പോൾ അവിടെ എന്താണ്, വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? അവിടെ കറണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ സമയത്താണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ റിലീസ് ചെയ്ത സമയത്തുമാണ് അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ കാരണം? നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതുപോലെ റിലീസ് ചെയ്യുമ്പോഴും അതാ ഇവിടെ നോക്കിയാൽ ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലേ. നമുക്കറിയാം മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലേ. ഈ ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ സോളിനോയിഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കട്ട് ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ടല്ലേ ഇൻസേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സിന് അവിടെ എന്ത് സംഭവിച്ചു? വ്യതിയാനം സംഭവിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ബേസിക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് അതിൽ ഇതെല്ലാം പറയുന്നുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താന്നൊക്കെ കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ നമ്പറിനെയാണ് പറയുന്നത്. അപ്പം ആ ടോട്ടൽ നമ്പറിൽ എന്ത് സംഭവിച്ചു? അവിടെ കട്ട് ചെയ്തു, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, അവിടെ വ്യതിയാനം സംഭവിച്ചു. ആ സമയത്താണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. അതായത് ആ സമയത്ത് എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്തു എന്ന് പറയാം. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ എന്താണ്? നിശ്ചലമായിട്ടിരിക്കുമ്പോൾ ഇവിടെ എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താണ്, ഇൻസേർട്ട് ചെയ്തു, അവിടെ ഇരുന്നു. അപ്പൊ എന്താണ്, ആ ഒരു സിറ്റുവേഷൻ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനുള്ള വ്യതിയാനം ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്, അവിടെ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോഴും അവിടെ എന്ത് സംഭവിച്ചു? കറണ്ട് ഉണ്ടായി. ക്ലിയർ ആയാലോ? അപ്പൊ എന്താണ്, അവിടെ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ ഇൻഡ്യൂസ് ചെയ്തു. ഏതൊക്കെ സിറ്റുവേഷനിലാണ്? മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും ഇവിടെ റെസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്, ഫ്ലക്സിനുള്ള വ്യതിയാനം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഈ കണ്ടക്ടറും അല്ലെങ്കിൽ സോളിനോയിഡ് ഉണ്ടല്ലോ, സോളിനോയിഡുമായിട്ട് ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് അവിടെ എന്താണ്, വ്യതിയാനം സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് ഈ സോളിനോയിഡിൽ എന്താണ്, ഒരു EMF എന്ന് പഠിച്ചിട്ടില്ല, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ്, പ്രേരണം ചെയ്തു എന്ന് പറയാം. മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അതിന്റെ ഫലമായിട്ടാണ് അവിടെ കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? റൈറ്റ് സൈഡിലേക്ക് വന്നു. റിലീസ് ചെയ്തപ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതായത് ആ ഫ്ലക്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്, ആ ഫ്ലക്സിന്റെ ഡയറക്ഷന് വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് ഇവിടെ എന്താണ്, കറണ്ട് ഡയറക്ഷൻ അവിടെ വ്യതിയാനം സംഭവിച്ചത് അല്ലെ. ഫ്ലക്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ ഡയറക്ഷൻ അവിടെ വിപരീതമായപ്പോൾ അല്ലേ, ഇതൊരു ഡയറക്ഷനിലേക്കാണ് ഇങ്ങോട്ട് വന്നു അല്ലേ, അതിന്റെ ഡയറക്ഷൻ റിലീസ് ചെയ്യപ്പോൾ അതിന്റെ ഡയറക്ഷൻ വ്യതിയാനം സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന EMFന്റെ ദിശ എങ്ങനെയാണ്, ഡയറക്ഷൻ എങ്ങനെയാണ്, വ്യതിയാനം സംഭവിച്ചു, ഓപ്പോസിറ്റായി. മനസ്സിലായല്ലോ? അപ്പം ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. ആ ഡിഫ്ലക്ഷൻ രണ്ട് സൈഡിലേക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ഷൻ വരാൻ കാരണം എന്താണ്? അവിടെ ഉണ്ടായ EMFന്റെ ദിശ മാറിയപ്പോൾ അവിടെ ഉണ്ടായ EMFന് നമ്മളൊരു പേര് പറയും, ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പ്രേരിത EMF എന്ന് പറയും കേട്ടോ. പ്രേരിത EMF, ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത. അതായത് പ്രേരിത EMF എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ പ്രേരണം ചെയ്യുവാണ്, ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്തത്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് സംഭവിച്ചു, ഇൻഡ്യൂസ് ആയി. അപ്പൊ അവിടെ ഉണ്ടായ EMFനെ പറയുന്ന പേരാണ് പ്രേരിത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF. ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ ദിശ മാറിയപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷന്റെ ദിശ അവിടെ മാറി. മനസ്സിലായല്ലോ? എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ നമുക്ക് വരാം. ഇതാ നോക്കിയേ, ഇതാ ഈ ഒരു ചിത്രം നോക്കിയേ, മാഗ്നറ്റ് കൊണ്ടല്ല, ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് ബാർ മാഗ്നറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കാണിച്ചു. കേട്ടെ, ഞാൻ നോക്കിയേ, ഈ ചിത്രമാണ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വന്നു, അപ്പോൾ എല്ലാം റിലീസ് ആയപ്പോൾ പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ എന്താണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കണ്ടെന്താണ്, ഈ എന്താണ് ബാർ മാഗ്നറ്റ് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് സോളിനോയിഡാണ് മൂവ് ചെയ്തത്. മനസ്സിലാവുന്നല്ലോ? ഈ സിറ്റുവേഷൻ എന്താണ്, സോളിനോയിഡ് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചു ഉണ്ടല്ലേ, സോളിനോയിഡ് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് ബാർ മാഗ്നറ്റ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ബാർ മാഗ്നറ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ വന്നു. അതുപോലെ തന്നെ എന്താണ്, ഇത് റിലീസ് ചെയ്തപ്പോഴും ഡിഫ്ലക്ഷൻ ഉണ്ടായി.
മനസ്സിലാകുന്നല്ലോ. അപ്പം ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മറ്റേത് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്, അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ബാർ മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ സോളിനോയിഡ് അല്ലെ, സോളിനോയിഡ് സ്റ്റേഷനറി ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബാർ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്യുക. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മൂവ് ചെയ്താൽ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ബാർ മാഗ്നറ്റും സോളിനോയിഡും ഒരുമിച്ച് കേട്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ കട്ടാവൂല. ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടില്ലേ, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യതിയാനം ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാവുന്നുള്ള? ഏതേലും ഒരെണ്ണം എന്താണ് സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ട് മറ്റേത് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ കറന്റ് ഉണ്ടാകുന്നുണ്ട്. ആ കറന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറയും കേട്ടോ. ഇൻഡ്യൂസ്ഡ് കറന്റ്, ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെങ്കിൽ പ്രേരിത കറന്റ് എന്ന് പറയും കേട്ടോ. പ്രേരിത കറന്റ് കേട്ടോ, പ്രേരിത കറന്റ് അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതി കേട്ടോ. പ്രേരിത വൈദ്യുതി എന്നാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റിനെ പറയുന്നത് കേട്ടോ. പ്രേരിത വൈദ്യുതി മനസ്സിലാകുന്നല്ലോ. അപ്പൊ പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകാൻ കാരണം എന്താണ്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിച്ചുകൊണ്ടാണ് അല്ലേ. അപ്പം ഒരു കാന്തിക മണ്ഡലം ഇവിടെ ഇരിക്കുകയാണല്ലേ. കാന്തിക മണ്ഡലത്തിൽ ഇതാണ് നമ്മുടെ കണ്ടക്ടർ അല്ലേ. ഈ കണ്ടക്ടർ ചലിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറന്റ് അവിടെ എന്തായി? പ്രേരിതമായി അല്ലെങ്കിൽ പ്രേരണം ചെയ്തു എന്ന് പറയാം. അറിയാലോ. ഇനി അതുപോലെ തന്നെ എന്താണ്, സ്ഥിരമായി വെച്ചിരിക്കുകയാണ് ഇവിടെ, സ്ഥിരമായിട്ട് ഇവിടെ ഒരു എന്താണ് സോളിനോയിഡ് വെച്ചിരിക്കുക, ഒരു കണ്ടക്ടർ വെച്ചിരിക്കുക, അതിലേക്ക് നമ്മൾ കാന്തിക മണ്ഡലം കൊണ്ടുവരിക. അപ്പോഴും എന്ത് സംഭവിച്ചിട്ടുണ്ട്? അപ്പോഴും അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു, ശരിയല്ലേ? ഡിഫ്ലക്ഷൻ ഉണ്ടായി ഇല്ലേ? ഇവിടെ എന്താ സംഭവിച്ചിട്ട്? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെ. ഇവിടെ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൊണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഡ്യൂസ്ഡ് കറന്റ് കൊണ്ട്. ക്ലിയർ ആയല്ലോ? രണ്ടും കൂടെ മൂവ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിനെ നിശ്ചലമാക്കിക്കൊണ്ട് മറ്റേത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഇവിടെ വെച്ചിരിക്കുന്നത്? ഗാൽവനോമീറ്റർ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ സംഭവങ്ങൾ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, ഫില്ല് ചെയ്യാം. നോക്കിയേ, ഓരോരോ കേസിലുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നുണ്ട്, സോളിനോഡ് ഈ സ്റ്റേഷനറി നിയർ ദ മാഗ്നറ്റ്. ഫസ്റ്റ് ഫിഗർ ആണ് കേട്ടോ. സോളിനോഡ് സ്റ്റേഷനറി ആയിട്ട് വെച്ച് നിശ്ചലമായിട്ടിരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല ഇല്ലേ. അപ്പൊ ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് എന്ന് എഴുതുക കേട്ടോ. ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. ഡയറക്ഷനും അവിടെ ഇല്ല. മനസ്സിലായല്ലോ? ഇനി സോളിനോഡ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ മാഗ്നറ്റ്. കണ്ടില്ലേ, ഈ മാഗ്നറ്റ് ഇല്ലേ സോളിനോഡ് കാന്തത്തിലേക്ക് ചലിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. ഡിഫ്ലക്റ്റ് എന്ന് പറയാം അല്ലേ. ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് എഴുതണം കേട്ടോ. ഡിഫ്ലക്റ്റ് എന്ന് എഴുതണം കേട്ടോ. ഇവിടെ എഴുതണം നിങ്ങൾ ഡിഫ്ലക്റ്റ്. ഇവിടെ മാർക്ക് ചെയ്യുന്നോളൂ കേട്ടോ. ഇങ്ങനെ ടിക്ക് എഴുതുന്നോളൂ. ഡിഫ്ലക്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ് കേട്ടോ. ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി ഇൻസൈഡ് ദ സോളിനോയിഡ്. മൂന്നാമത്തെ കേസ് അല്ലേ. മാഗ്നറ്റ് അവിടെ നിന്നാണ് സോളിനോയിഡിനുള്ളിൽ സ്റ്റേഷനറി നിശ്ചലമായിട്ടിരിക്കുക. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു കേസ്? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല ഇല്ല, അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി സോളിനോയിഡ് ഈസ് പുൾഡ് ഔട്ട് ഫ്രം ദ മാഗ്നറ്റ്. സോളിനോയിഡ് കണ്ടില്ലേ, മാഗ്നറ്റിൽ നിന്നും കാന്തത്തിൽ നിന്നും പുറത്തേക്ക് ചലിപ്പിച്ചു. അപ്പൊ അവിടെ എങ്ങനെയാണ്? ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ് അല്ലേ. ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് അപ്വേർഡ്സ്. ഇനി സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് മൂവ് ചെയ്യുക. നമ്മൾ കണ്ടില്ലേ നേരത്തെ സിറ്റുവേഷൻ, സോളിനോയിഡിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് മൂവ് ചെയ്യുക. അപ്പൊ എങ്ങോട്ടാണ്? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും. റൈറ്റ് സൈഡിലേക്ക് ഉണ്ടല്ലേ, ഈ ചിത്രത്തിൽ കാണാമല്ലോ, റൈറ്റ് സൈഡിലേക്കാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കേസ്, കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റ് എന്നാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ്. നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അപ്പൊ എന്ത് സംഭവിച്ചു? ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കേസിലും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കേട്ടോ. നെക്സ്റ്റ്, keeping the magnet inside the solenoid, both the magnet and the solenoid are moved together at the same speed in the same direction. അതായത്
കാന്തം സോളിനോഡിനുള്ളിൽ വെച്ചു. ഇതാ ഈ ഒരു സിറ്റുവേഷൻ, കാന്തം സോളിനോഡിനുള്ളിൽ വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ, രണ്ടും ഒരുമിച്ച് ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിപ്പിക്കുക. മനസ്സിലാവുന്നല്ലോ? അതായത് കാന്തം ഇങ്ങോട്ട് ചലിപ്പിച്ചു, സോളിനോടും ആ ദിശയിലേക്ക് തന്നെ ചലിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് ഒരെണ്ണം സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് മറ്റേത് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് അവിടെ വ്യതിയാനം സംഭവിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്? EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് EMF അവിടെ പ്രേരണം ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ EMFനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. Okay, what happens to the magnetic field lines associated with the conductor when the conductor and the magnet are in relative motion? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചാലകവും കാന്തവും ആപേക്ഷിക ചലനത്തിലായിരിക്കുമ്പോൾ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡല രേഖകൾക്ക് എന്ത് സംഭവിക്കും? ഇത് ചാലകവും കാന്തവും ആപേക്ഷിക ചലനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കേട്ടോ, ഒന്ന് നിശ്ചലമായിട്ട് റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നിശ്ചലമായിട്ടിരിക്കുക, മറ്റേത് മൂവ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? കാന്തിക മണ്ഡല രേഖകൾക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? there is a change in flux അല്ലേ? അത് വിച്ഛേദിക്കപ്പെടും. അല്ലെങ്കിൽ എന്താണ്? വ്യതിയാനം സംഭവിക്കും അല്ലേ? കാന്തിക മണ്ഡല രേഖകൾക്ക് വ്യതിയാനം സംഭവിക്കും. ഓക്കെ ആണല്ലോ? വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വെയർ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ്? ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തല്ലോ. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ഡിഫ്ലക്റ്റ് ചെയ്തത്? നമുക്കറിയാം when the magnetic flux associated with the conductor is changed, അല്ലെങ്കിൽ when there is no change in the magnetic flux associated with the conductor. എപ്പോഴാണ്? ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചപ്പോ ഇല്ലേ? നമുക്ക് റൈറ്റ് സൈഡിലേക്കും അല്ലേ എന്താണ് ഗാൽവനോമീറ്റർ ഇങ്ങോട്ടും ചലിച്ചു. അതിന് കാരണം എന്താണ്? ആ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കാന്തിക ഫ്ലക്സ് ഉണ്ട് ഇല്ലേ? എന്താണ് കാന്തിക രേഖകളുണ്ടല്ലോ, കാന്തിക മണ്ഡല രേഖകളുണ്ടല്ലോ. അപ്പം അതിന് വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് അവിടെ എന്താണ് ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഓക്കെ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ്? ഗാൽവനോമീറ്റർ സൂചി വിഭ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണം? അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ? അല്ലെ? EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിനോയിഡ് ഡ്യൂ ടു എന്ത് പറയാം? നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ, ഡ്യൂ ടു EMF ഈസ് ഇൻഡ്യൂസ്ഡ്. EMF ഈസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയാം കേട്ടോ. EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സോളിനോയിഡ്. സോളിനോയിഡിനുള്ളിലൊരു EMF ഇൻഡ്യൂസ് ചെയ്തപ്പോഴാണ്, അതായത് സോളിനോയിഡിൽ EMF പ്രേരണം ചെയ്തപ്പോൾ എന്ന് പറയാം കേട്ടോ. സോളിനോയിഡിനുള്ളിൽ EMF പ്രേരണം ചെയ്തപ്പോൾ. ആൻസർ കൊടുത്തിട്ടുണ്ട്, സോളിനോയിഡിൽ EMF പ്രേരണം ചെയ്തതിനാൽ. അടുത്ത നോക്കിയേ, when did the direction of deflection of the galvanometer change? ഗാൽവനോമീറ്റർ സൂചിയുടെ ദിശ ഡിഫ്ലക്ഷൻ ഉണ്ട്, അതിന്റെ ദിശ മാറിയത് എപ്പോഴാണ്? ദിശ ഇങ്ങോട്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ടായത് എപ്പോഴാണ്? അത് പുറത്തേക്ക് എടുത്തപ്പോൾ ഇല്ല, അതായത് നമ്മുടെ സോളിനോയിഡ് പുറത്തോട്ട് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ദിശ വിപരീതമായി. അപ്പൊ എന്ന് പറയാം ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം അല്ലെ? ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ദിശ മാറിയപ്പോൾ. ഇനി വൈ ഡിഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ ചേഞ്ച്? ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശത്തിന്റെ ദിശ മാറി. എന്തുകൊണ്ടാണ്? എപ്പോഴാണ് മാറിയത്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷന്റെ ദിശ മാറിയപ്പോൾ. അത് എന്തുകൊണ്ടാണ് മാറിയത്? അവിടെ EMF ഇൻഡ്യൂസ് ചെയ്ത EMF ഉണ്ടല്ലോ, ആ EMFന്റെ ഡയറക്ഷൻ മാറിയപ്പോൾ. അപ്പൊ എന്ത് പറയാം? ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF അല്ലേ? ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അവിടെ EMF ഇൻഡ്യൂസ്ഡ് ആയല്ലോ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ് ഗാൽവനോമീറ്ററിന്റെ നീഡിൽ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ, അതായത് ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താണ് വ്യതിയാനം സംഭവിച്ചു ഇല്ലേ? നമ്മൾ കണ്ടില്ലേ ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ എന്താണ് വ്യതിയാനം സംഭവിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ എന്താണ് EMF അവിടെ ഇൻഡ്യൂസ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ ഒരു സർക്യൂട്ടാണല്ലോ, സർക്യൂട്ടിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ എന്താണ് വ്യതിയാനം സംഭവിച്ചു
ഇല്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ട് EMF ഉണ്ടായി. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം, വൈദ്യുതകാന്തിക പ്രേരണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എന്താണ് ചേഞ്ച് ഉണ്ടായത്? നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ കണ്ടില്ലേ? മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താണ് ചേഞ്ച് ഉണ്ടായത്? ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് EMFന്റെ ഡയറക്ഷന് അവിടെ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആയി. അവിടെ ഉണ്ടാകുന്ന EMFനെ നമ്മൾ എന്ത് പറയും? ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതി എന്ന് പറയും. മനസ്സിലായല്ലോ? ഇതാ നോക്കൂ കേട്ടോ. Whenever the magnetic flux linked with a closed circuit changes, an EMF is induced in the circuit. ഒരു സർക്യൂട്ടിലെ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ സർക്യൂട്ടിൽ EMF അവിടെ പ്രേരിതമാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം അല്ലേ? ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ്, അത് പോയിന്റ് ആണ് കേട്ടോ. when the direction of the change in magnetic flux is reversed അല്ലെ? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ അത് റിവേഴ്സ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഓൾസോ റിവേഴ്സസ്. കാന്തിക ഫ്ലക്സിന് ഉണ്ടാകുന്ന വ്യതിയാനത്തിന്റെ ദിശ വിപരീതമാകുമ്പോൾ പ്രേരിത EMFന്റെ ദിശയും വിപരീതമാകും. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. അതാ നോക്കിയേ, ദ ഫിനോമിന ഓഫ് ഇൻഡ്യൂസിങ് ഉണ്ടോ? ദ ഫിനോമിന ഓഫ് ഇൻഡ്യൂസിങ് ആൻ EMF ഇല്ല, ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു എക്രോസ് എ കണ്ടക്ടർ അല്ലേ? കണ്ടക്ടറിലെ എന്താണ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ചാലകത്തിലൊരു EMF ഉണ്ടാവുന്നു. പ്രേരണം ചെയ്യുന്ന പ്രതിഭാസമാണ് വൈദ്യുതകാന്തിക പ്രേരണം. ഒരു കണ്ടക്ടറാണ്, ആ കണ്ടക്ടറിന് ചുറ്റും എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് ഇല്ലേ? ആ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താണ്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. വ്യതിയാനം സംഭവിക്കുമ്പോൾ അവിടെ എന്താണ്? EMF പ്രേരണം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന EMFനെ നമ്മൾ എന്ത് പറഞ്ഞു? ഇൻഡ്യൂസ്ഡ് EMF. ദി EMF ഡെവലപ്ഡ് ഡ്യൂ ടു ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ദ കറന്റ് ദാസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം കേട്ടോ. വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന EMFനെ നമ്മൾ എന്ത് പറയും? പ്രേരിത EMF. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വൈദ്യുതിയാണ് പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോൾ എന്താണ്, ഒരു ചെറിയ കറണ്ട് അവിടെ ഉണ്ടായെന്ന് മനസ്സിലാക്കി. ഇനി ആ കറണ്ട് സ്ട്രെങ്ത് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാം? നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ എന്താണ്, ഒരു നോർമലി ഉള്ള ഒരു കോയിലല്ലേ എടുത്തത്? നോർമലി ഉള്ള ഒരു കോയില് ഇല്ല, ഒരു കോയിലും എടുത്തു, ഒരു മാഗ്നറ്റും എടുത്തു. അപ്പൊ ചെറിയൊരു ഡിഫ്ലക്ഷൻ അല്ലേ ഇവിടെ കാണിച്ചത്. ഇനി ഡിഫ്ലക്ഷൻ നല്ലതുപോലെ ഉണ്ടാകുന്നു, ചെറിയ ഡിഫ്ലക്ഷൻ കാണിച്ചു. ഡിഫ്ലക്ഷൻ നല്ലപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാം, അല്ലെങ്കിൽ സോളിനോയിഡ് ഉണ്ടല്ലോ, ഈ സോളിനോയിഡിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടാം. അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതും റിലീസ് ചെയ്യുന്നതും ആ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് കൂട്ടിയാലും ഇവിടെ എന്താണ്? അവിടെ ഉണ്ടാകുന്ന കറണ്ടിന്റെ അളവ് കൂടും. അതായത് ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ അവിടെ കൂടും. ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു. ആ ഡിഫ്ലക്ഷൻ നല്ലപോലെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ്, ഈ സോളിനോഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. അങ്ങനെ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പീഡ് ഉണ്ടല്ലോ, ഇൻസേർട്ട് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന ആ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അവിടെ ഈ ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എത്രയും കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ആക്ടിവിറ്റി ആയിട്ട്. ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കോയിൽ ഈസ് ഇൻക്രീസ്ഡ്. യൂണിറ്റ് നീളത്തിലുള്ള ചാലകചുറ്റുള്ള എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഗാൽവനോമീറ്റർ സൂചിയുടെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിന് സ്ട്രെങ്ത് കൂട്ടിയപ്പോൾ എന്താണ്? അവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ കൂടിയതായിട്ട് കണ്ടു. അതുപോലെ തന്നെ സ്പീഡും ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ്? അവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്? EMF എല്ലാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ്? കറണ്ടാണ്, ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇൻഡ്യൂസ്ഡ് EMFന്റെയും കറണ്ടിന്റെയും അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പറയാം? മെത്തേഡ്സ് ടു ഇൻക്രീസ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറന്റ്. ഇൻഡ്യൂസ്ഡ് EMFും
പ്രേരിത ഇ എം എഫിന്റെയും കറണ്ടിന്റെയും അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതാ നോക്കുക കേട്ടോ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് നീളത്തിലുള്ള ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അല്ലെങ്കിൽ എന്താണ്? യൂസ് എ സ്ട്രോങ്ങർ മാഗ്നറ്റ് ഫോർ ദ വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി എന്താണ്? ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ്? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ഓർ ദ സോളിനോഡ്. കാന്തത്തിന്റെയോ സോളിനോഡിന്റെയോ ചലനവേഗം വർദ്ധിപ്പിക്കുക. കാന്തമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുക. അല്ലെങ്കിൽ സോളിനോഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുക. ദീസ് ആർ ദ മെത്തേഡ്സ് ടു ഇൻക്രീസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് കറന്റ്. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദിക്കാം കേട്ടോ. ഒരു സർക്യൂട്ടിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് എന്താണ് കൂട്ടാൻ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇൻക്രീസ് എന്താണ് നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ തന്നെ സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിസ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റ് ഓർ സോളിനോഡ്. സോളിനോഡ് മാഗ്നറ്റോ അതിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പം മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്? മാഗ്നറ്റും ഒരു കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ EMF induced either. That EMF is known as induced EMF and the current is known as induced current and the phenomenon is known as an electromagnetic induction. ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നെ പഠിക്കട്ടോ. ആദ്യം മുതലേ നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുക കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവാന്ന് പറയുന്നത് കേട്ടോ. വെറുതെ കണ്ടുപോകാതെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിച്ചു പോവുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആദ്യം മുതലേ പഠിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക. ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് കാണുക. അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കാണുക. മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കാണുക. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ദെൻ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം കേട്ടോ. എങ്കിലുള്ള നമുക്ക് കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എങ്കിലുള്ള നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.